അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആഘോഷത്തിൽ ആദ്യകാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കൽ, സ്നേഹവിരുന്ന്, കലാസാംസ്കാരിക പരിപാടികൾ, പൊതുസമ്മേളനം എന്നിവ നടക്കും. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ 2025 ഏപ്രിൽ 27 ഞായറാഴ്ച 9 മണി മുതൽ സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കലാലയത്തിന്റെ വാർഷികം അതിവിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യകാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കൽ, സ്നേഹവിരുന്ന്, കലാസാംസ്കാരിക പരിപാടികൾ, പൊതുസമ്മേളനം, ഗാനമേള തുടങ്ങിയ വിപുലമായ ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ CA എലിയാസ് പറഞ്ഞു. ഏപ്രിൽ മാസം 27-ാം തീയതി രാവിലെ 9 മണി മുതൽ നടത്തുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, അതുപോലെ MLA രാജ, MP ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരെല്ലാം, അതുപോലെ പ്രമുഖരായ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും സഹകരണവും ഈ പരിപാടിക്കുണ്ടാകണം. ഉച്ചയ്ക്ക് ഒരു വിരുന്നും വൈകിട്ട് നല്ല ഒരു ഗാനമേളയും ഉൾപ്പെടെ വളരെ വിപുലമായ തോതിലാണ് ഈ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൽ ആദ്യകാല അധ്യാപക വിദ്യാർത്ഥി സംഗമം, തുടർന്ന് ഉച്ചയ്ക്ക് സ്നേഹവിരുന്ന്, ഉച്ചകഴിഞ്ഞ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് 5-ന് പൊതുസമ്മേളനം നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് A രാജ MLA, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 7-ന് മെഗാഹിറ്റ് ഗാനമേളയും അരങ്ങേറും. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 75-ാം വാർഷിക ആഘോഷത്തിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.